ഈ അനുമോളുടെ നന്മമരം കളി ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടരും എന്ന് പറയുന്നത് പോലെയാണ്. നന്മമരം കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലാണ്. അത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകരുടെ മുന്നിൽ അഭിനയിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരെ പറ്റിച്ച് സിമ്പതി കാർഡ് ഇറക്കി തനിക്ക് വോട്ട് നേടാനും പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് അനുമോൾ. എങ്ങനെയെങ്കിലും തനിക്ക് നേരെ എല്ലാവരും വരണം, അല്ലെങ്കിൽ തനിക്കിനെ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് പുറത്തേക്ക് ഔട്ട്പുട്ട് പോകാൻ വേണ്ടിയിട്ട് അനുമോൾ മനഃപൂർവ്വം ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനുള്ളിൽ കൂടെ ചെറിയ നന്മമരം കളിക്കുകയും ആ നന്മമരം താനെന്തോ വലിയ ആളാണ്, അല്ലെങ്കിൽ താൻ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്നു, മറ്റുള്ളവരൊക്കെ മോശക്കാര്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയും, അതുപോലെ തനിക്ക് നേരെ മറ്റുള്ളവരെല്ലാം ആക്രമിക്കുന്നു, താൻ മാത്രം നന്മ ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം മോശമായിട്ടുള്ള രീതിയിലാണെന്ന് ഓഡിയൻസിന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള പൊറോട്ട് നാടകം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇന്നലെ നെവിനും അനുമോളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ, നമ്മൾ ആ പ്രമോ ഒക്കെ കണ്ട സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു നെവിൻ എന്തോ ഫുഡ് കണ്ട് ആക്രാന്തം മൂത്ത് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണ്, അതിൽ ഉണ്ടായ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഒത്തിരി പേര് നെവിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്, നെവിൻ എന്തോ ഭ്രാന്ത് പിടിച്ച് ഫുഡ് കൊടുക്കാത്തതിന് എന്തോ പ്രശ്നം ഉണ്ടായെന്നാണ് വിചാരിച്ചത്. എന്നാൽ എപ്പിസോഡും അത് കഴിഞ്ഞതിന് ശേഷം ലൈവിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ സംഭവം മനസ്സിലായത്. ശരിക്കും ഇതിന്റെ പിന്നണിയിലെല്ലാം പ്രവർത്തിക്കുന്നത് അനുമോളാണ്, അനുമോളുടെ കുരുട്ടു ബുദ്ധിയാണ്. അനുമോൾക്ക് എന്തും ആവാം, മറ്റുള്ളവർക്കൊന്നും ആകാൻ പാടില്ല. അതായത് അനുമോൾ എന്ന് കിച്ചണിൽ കയറി കഴിഞ്ഞാലും കിച്ചണിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. അത് വേറൊന്നും കൊണ്ടുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അനുമോളോട് കിച്ചണിൽ പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വേറെ കണ്ടന്റുകളൊന്നുമില്ല. ആകെ ഈ സിമ്പതി കാർഡ് എടുക്കുക, മറ്റുള്ളവർ തന്നെ ആക്രമിച്ചു എന്ന് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് കരച്ചിൽ നാടകം. കുറച്ചുനാൾ കരച്ചിൽ നാടകം കാണാനില്ലായിരുന്നു, ഇടയ്ക്കൂടെയുള്ള നൈസായിട്ടുള്ള നാടകങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ശരിയായ ഒരു കള്ളി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റും, എന്നിട്ട് മറ്റുള്ളവർ മാത്രമേ അടിച്ചു മാറ്റുന്നുള്ളൂ, മറ്റുള്ളവർ മാത്രമേ കട്ട് തിന്നുന്നുള്ളൂ എന്നുള്ള ഒരു രീതിയിലാക്കി തീർക്കുകയും ചെയ്യും. എന്താണെന്നുണ്ടെങ്കിലും കിച്ചണിൽ രാവിലെ മുതൽ നെവിൻ പോയി ഒരു ഉള്ളി എന്തോ ചോദിക്കുന്നു, അത് കൊടുക്കുന്നില്ല. നൂറേ മാതിരിയും പോയി എന്തോ പച്ചപ്പയറോ കാര്യങ്ങളോ എന്തോ പുഴുങ്ങിയത് വെച്ചിരുന്നത് എടുക്കുന്നു, അത് കൊടുക്കുന്നില്ല. അതെല്ലാവർക്കും ഉള്ളതാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്നു. ലൈവിൽ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ആര്യനും അക്ബറിനും വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പോയി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഫുഡല്ലേ ഭക്ഷണമല്ലേ എന്നൊക്കെ ഒരു ന്യായം പറിച്ചിരും. അപ്പൊ രാവിലെ ചോദിക്കുമ്പോൾ അത് ഫുഡല്ല ഭക്ഷണമല്ല, അതെല്ലാവരുടെ റേഷൻ ആണെന്നുള്ള മറ്റൊരു ന്യായം. അതായത് രണ്ട് സ്റ്റാൻഡാണ് അനുമോൾ ഓരോ സമയത്ത് ഇറക്കുന്നത്. അതായത് മറ്റുള്ളവർ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചോദിക്കുമ്പോഴും ആ സമയത്ത് ഒന്നും ചെയ്യത്തില്ല. അതായത് തനിക്ക് താൻ വലിയ നന്മ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഓക്കെ, അവര് വന്നു, അവർക്കൊരു ഓംലേറ്റോ കാര്യങ്ങളോ എന്തൊക്കെയോ പൊരിച്ചു കൊടുക്കുന്നു, അത് പൊരിച്ചു മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഓക്കെ. മറ്റുള്ളവരുടെ റേഷൻ അനുമോൾ എന്തുകൊണ്ട് അനുമോളുടെ ഇഷ്ടപ്രകാരം എടുക്കുന്നു? കടലമാവ് എടുക്കുന്നു, സവോള എടുക്കുന്നു, മുളക് എടുക്കുന്നു, അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയോ എന്തൊക്കെയോ എടുക്കുന്നു. അപ്പം മറ്റുള്ളവർക്കൊക്കെ അവകാശപ്പെട്ട റേഷൻ അനുമോൾക്ക് എടുക്കാം, മറ്റുള്ളവർ ഒരു ശകലം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. ഒരു ശകലം ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, വലിയ സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഈ അനുമോള് തന്നെ ഇതുപോലെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡിന് വേണ്ടിയിട്ടും ഫുഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും. അതായത് അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള വാശികളും, അനുമോൾ എപ്പോഴും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കണം, അനുമോട് പറയുന്നതായിരിക്കണം ശരി, അനുമോട് തീരുമാനിക്കുന്നതായിരിക്കണം കാര്യങ്ങൾ. കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസ് അവിടെയുണ്ട്, ഷാനവാസിനോട് പോലും ചോദിക്കാതെ തോന്നിയവാസം ഫുഡ് ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെയും കൂടെ റേഷൻസ് എടുത്ത് ഉപയോഗിക്കുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതും പോരാനിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ അതിനിടയിൽ പറയുന്നു ഞാൻ കഴിക്കുന്നില്ല, അത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, മറ്റുള്ളവർക്ക് ആർക്കും വേണ്ട, അവരെ ആർക്കും ഫുഡൊന്നും വേണ്ട. എന്നിട്ട് അനുമോൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി അവർക്കും കൂടെ എന്ന യാചന സ്വന്തമായി കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കിച്ചണിലും ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അനുമോളെ ആക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു ഉള്ള ഒരു സംഭവം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് നാടകമാണ് അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമയം
സമയങ്ങളിൽ ഇതേ സെയിം നാടകം കളിച്ചിട്ട് തന്നെയാണ് ഈ PR ഏജൻസിനെ എല്ലാം വെച്ച് ആ ഒരു ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പരത്തി അനുമോൾ ഒരു പാവമാണ്, എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നു എന്നുള്ള രീതി വരുത്തി തീർത്ത് കുറെ ഓഡിയൻസ് സപ്പോർട്ട് നേടിയെടുത്തത്. എന്നിട്ട് പിന്നെ ആള് സൈലന്റ് ആണ്. ഇപ്പോൾ അവസാന നിമിഷം ആയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അനുമോൾ ഇതേ സെയിം സ്ട്രാറ്റജി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു മര്യാദയൊക്കെ വേണ്ടേ, ഒരു അന്തസ് വേണ്ടേ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റുകളും ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റുമാണ് അനുമോൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നു. ഒരു രീതിയിലുള്ള കണ്ടന്റുകളും കൊടുക്കുന്നില്ല. ഗെയിമുകളിൽ പോയിട്ട് ഉമൻ കാർഡ് ഇറക്കി മറ്റുള്ളവരെ കളിക്കാതിരുന്നിട്ട് സ്വന്തമായി പോയിന്റ് എടുത്ത് ജയിച്ചിട്ട് എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? ഇന്നലത്തെ ആ ഒരു ടാസ്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ഒരു ടാസ്കിനിടയിൽ പോയിട്ട് ഉമൻ കാർഡൊക്കെ ഇറക്കി കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് കളിക്കുന്നത്? അങ്ങനെ കളിച്ചത് കൊണ്ട് മാത്രമല്ല അനുമോൾക്ക് അത്രയെങ്കിലും പോയിന്റ്സ് നേടാൻ സാധിച്ചത്. അല്ലെങ്കിൽ നേടാൻ സാധിക്കുമോ? മറ്റുള്ളവർ ഉന്തുന്നു പിടിക്കുന്നു തട്ടുന്നു എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇവരുടെയൊക്കെ ഇടയിൽ പോയി ഉന്തിയും തട്ടിയും പിടിച്ചും തന്നെയല്ലേ അനുമോൾ പോയിന്റ്സ് എടുക്കുന്നത്. അപ്പം അനുമോൾക്ക് എന്തുമാകാം, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അനുമോളുടെ സൗകര്യാർത്ഥം ചെയ്യാം. മറ്റുള്ളവർ അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളും കുറ്റങ്ങളും അത് വലിയ സംഭവങ്ങളും ആക്കി മാറ്റും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നൈസായിട്ട് മാറി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അനുമോളെയാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത്. ഈ ഒരാഴ്ചയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടമാനം കള്ളത്തരങ്ങളും പ്രശ്നങ്ങളുമാണ് അനുമോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ ആ ഒരു തൈരിന്റെ കേസ് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പാലും തൈരും, അത് മറ്റുള്ളവർ പോലും തെറ്റിദ്ധരിച്ചു വരും. അനുമോൾ പറയുന്നത് കേട്ടിട്ട് അത് ഒരു പാലും ഒരു തൈരുമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അനുമോൾ മിണ്ടാതെ അവിടെ നിൽക്കുന്നത്. 2 പാലാണ് ഒന്ന് കട്ട പിടിച്ച് പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. അത് പാലും തൈരുമാണെന്നുള്ള തെറ്റിദ്ധാരണ നിലനിർത്തി മറ്റുള്ളവരെല്ലാവരും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി താൻ അത് കേടാക്കി എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് മറ്റുള്ളവർ അനുമോൾക്ക് നേരെ ആക്രമിക്കുമ്പോൾ അത് അങ്ങനെയല്ല, അത് 2 പാലായിരുന്നു, ഒന്നും തൈരല്ല, ഞാൻ കേടുവരുത്തിയതല്ല, മോശമാക്കിയതല്ല എന്ന് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ തെറ്റുകാരി അല്ലാതാവും. മറ്റുള്ളവരുടെ മുന്നിൽ ഈ ആക്രമിക്കാൻ വന്നവരെല്ലാം മോശക്കാരാകും. സോ വെൽ പ്ലാൻഡ് ആയിട്ട് പുറത്തേക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഈ PR പരത്തി കൊടുക്കാൻ വേണ്ടി ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കുകയും സ്വന്തം എന്താ പറയുന്നത് ഒരു നന്മമരം കളി അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും വലിയ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അനുമോളെ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അനുമോൾ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും ബിഗ് ബോസിന്റെ ടീം ബിഗ് ബോസിനുള്ളിൽ 100 ദിവസം തന്നെ നിർത്തുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടും തോന്നിയ പോലെ തോന്നിയ മാസം കാണിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്. അല്ലാതെ ഒരു നിലപാടോ അഭിപ്രായങ്ങളോ ഒന്നും അനുമോളുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടില്ല. അനുമോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ന്യായം, മറ്റുള്ളവരുടെ വീട്ടുകാരെ വിളിക്കാം, വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാം, മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാം. അക്ബറിനെയൊക്കെ എന്ത് മോശമായ രീതിയിലാണ് ഇന്നലെ ആ ഒരു ടാസ്കിനിടയിൽ പോലും അനുമോള് ചിത്രീകരിച്ചിരിക്കുന്നതും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതും. ഇതിനൊന്നും ബിഗ് ബോസിന്റെ ടീമിന് പോലും പ്രശ്നമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷാനവാസിനെയൊക്കെ കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, എന്തൊക്കെ രീതിയിലാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അനുമോൾ ഒന്നും ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. വളരെ മോശമായ രീതിയിൽ ഉമൻ കാർഡ് ഇറക്കി മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല. എന്താണെങ്കിലും നെവിൻ അനുമോൾ ആ ഒരു ഇഷ്യൂവിൽ നെവിനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അനുമോൾ ഇതുപോലെ ഒരു നന്മമരം കളിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അനുമോളുടെ കള്ളത്തരങ്ങൾ ഇതുപോലെ പൊളിഞ്ഞ് അടുക്കണം. ഓരോ ദിവസവും അത് ഇങ്ങനെ പൊളിഞ്ഞടുങ്ങണം. പ്രേക്ഷകർ അത് തിരിച്ചറിയണം. അനുമോൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം കുറെ പ്രേക്ഷകർ ഇതൊന്നും മനസ്സിലാക്കാതെ കുറച്ച് എപ്പിസോഡിന്റെ കട്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലൈവും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളും മനസ്സിലാക്കാതെ അവിടെ ഇവിടെയും കാണിക്കുന്ന കട്ട് ചെയ്ത് കാണിക്കുന്ന പോർഷൻസ് എല്ലാം കണ്ടിട്ട് നന്മമരം കളിച്ച് മാത്രം അല്ലെങ്കിൽ സിമ്പതിയിൽ വർക്കൗട്ടായി മുന്നോട്ട് പോകുന്ന അനുമോളെയൊക്കെ വോട്ട് ചെയ്ത് ഈ 100 ദിവസമൊക്കെ നിർത്തിയിട്ട് എന്താണ് കാര്യം? അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന പല കണ്ടസ്റ്റൻസും പോയി കഴിഞ്ഞു. ഇനിയെങ്കിലും കുറച്ചെങ്കിലും മെച്ചമുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഡ്രാമ കളിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ നിർത്താതെ ഇരിക്കുക. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഇത് മറ്റു പലർക്കും ഇതിനോട് എതിർപ്പുകൾ കാണാം. എന്താണെങ്കിലും നമ്മൾ ലൈവ് കാണുന്നതും എപ്പിസോഡ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. എന്താണ് നടന്നത് അതിനെ ആസ്പദമാക്കി മാത്രമാണ് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ആരെയും പുകഴ്ത്തി പറയാനോ ആരെയും താഴ്ത്തി കെട്ടേണ്ട കാര്യങ്ങളില്ല. അവിടെ എന്താണോ നടക്കുന്നത് അത് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അതിന് ഒരാളുടെ സൈഡ് പിടിച്ച് വെറുതെ ഒരാളെ മാത്രം ബ്ലൈൻഡ് ആയിട്ട് പൊക്കി പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.